ഞാൻ സഹനത്തിന്റെ പുത്രിയാണ്. സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൾ കൊണ്ടാണ് സ്വർഗത്തിൽ നമുക്കായി മാളികകൾ പണിയുന്നത്. ഞാൻ ഏതു കാര്യം അപേക്ഷിച്ചാലും എന്റെ നല്ല ദൈവം ഒരിക്കൽ പോലും എന്റെ അപേക്ഷ സാധിച്ചു തരാതിരുന്നിട്ടില്ല. എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്രയോ വലുതാണ്. കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം, ലഭിക്കുന്നതിലല്ല. മുഖസ്തുതി പറയുന്നവരിൽ നിന്ന് ഞാൻ ഓടിയകലും. ഈശോ എന്ന തിരുനാമം ഉച്ചരിക്കുന്നത് എന്റെ നാവിന് ഏറെ മധുരമാണ്. ഒന്നും ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. കർത്താവ് എപ്പോഴും നമ്മോടുകൂടെയുണ്ട്. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെരിച്ച് കിട്ടുന്ന ചാറ് സംഭരിച്ചു വെച്ച് ശുദ്ധീകരിക്കുമ്പോൾ വീര്യമുള്ള വീഞ്ഞു കിട്ടുന്നു. അതുപോലെ വേദനകൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നാം ആത്മവീര്യമുള്ളവരാകുന്നു. സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുക, അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഇത്ര മാത്രമേ ഇഹത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലോക സന്തോഷങ്ങളൊന്നും എനിക്കായിട്ടുള്ളതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്റെ ആത്മനാഥൻ കുരിശിലല്ലേ മരിച്ചത്, എനിക്കും സഹനങ്ങളുടെ കുരിശിൽ മരിക്കണം. എനിക്ക് ഏറ്റവും പ്രിയകരമായ ഭോജനം വിശുദ്ധ കുർബാനയാണ്. ഞാനാണ് ജീവന്റെ അപ്പം എന്നരുളിയ ദിവ്യനാഥൻ എന്റെ ഉള്ളിൽ ആഗതനാകുമ്പോഴെല്ലാം അവാച്യമായ ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. എന്നെ മുഴുവനും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. പുഞ്ചിരി ഒരു തിരുവട്ടമാണ്. സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. ദൈവസ്നേഹമുണ്ടെങ്കിൽ പരസ്നേഹമുണ്ട്. പൂവും പൂമ്പൊടിയും എന്ന പോലെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ഞാൻ ഒരിക്കലും ആവലാതി പറയുകയില്ല. ആഗ്രഹത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം നന്നായി സഹിച്ച് കർത്താവിന് കാഴ്ച കൊടുക്കണം. മാമോദിസായിൽ ലഭിച്ച വരപ്രസാദം ഇതുവരെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് പ്രദാനം ചെയ്തു. ആരും അറിയാതെ നോമ്പ് നോക്കുക, അത് മനസ്സിന് ശക്തി പകരും. എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്നെ മുഴുവനും സ്നേഹത്തിന്റെയും പരിഹാരത്തിന്റെയും ഒരു ബലിവസ്തുവായി ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു.